TMB ബാങ്കിൻ്റെ അതായത് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കിങ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് കേരളത്തിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് GeoCLGland ടൈപ്പ് ചെയ്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാം. TMB റിക്രൂട്ട്മെൻറ്റ് സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. ഓൺലൈനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശരിക്കും 27/11 വരെ ആയിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോഴാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ കാണുന്നതും. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത് കേട്ടോ. അപ്പോഴാണ് ഞാൻ നോട്ടിഫിക്കേഷൻ കണ്ടത്. അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്താണ് നമ്മൾ നോക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 14/12/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മുൻപ് 27/11 ആയിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 14/12/2024 ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 14 ഡിസംബർ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിസംബർ ഓർ ജനുവരിയിലായിരിക്കും. 2024 ഡിസംബറിൽ അല്ലെങ്കിൽ 25 ജനുവരിയിലായിരിക്കും ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ റിസൾട്ടൊക്കെ ഈ പറയുന്ന ഡിസംബർ ജനുവരിയിൽ എന്ത് ചെയ്യും, അത് റിലീസ് ചെയ്യും. പിന്നെ ഇൻ്റർവ്യൂ ഡേറ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാം ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിൽ 2025 ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നമ്മൾ ലിസ്റ്റ് വരുന്നത് ഫെബ്രുവരി മാർച്ച് 2025 ഈ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വന്ന് ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ജോയിനിങ് ടൈമായിട്ട് പറയുന്നത്. ഇനി നമ്പർ ഓഫ് സ്റ്റേറ്റ് വൈസ് വേക്കൻസീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം അറിയുന്നവർക്ക് മാത്രമായിട്ട് ഇതിൽ 5 വേക്കൻസി നിലവിലുണ്ട്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ 5 വേക്കൻസി ആണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന മലയാളം അറിഞ്ഞിരിക്കണം, റീജിയണൽ ലാംഗ്വേജ് മലയാളം ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ കേരളത്തിലൊക്കെ ഇവരുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഓൾ ഇന്ത്യ ബേസിൽ പല സ്റ്റേറ്റിലായിട്ട് ഇവരുടെ ബ്രാഞ്ചസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് വൈസ് ആയിട്ട് വേക്കൻസീസ് ഒക്കെ വന്നിരിക്കുന്നത്. കൂടെ കാണാം 170ഓളം പോസ്റ്റുകളാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇത് 170 വേക്കൻസിയും ജനറലാണ്. ഇതിൽ റിസർവേഷനോ കാര്യങ്ങളൊന്നും നമുക്ക് എലിജിബിൾ അല്ല എന്നുള്ളത് കണ്ടീഷൻ. ഇതിൽ യാതൊരു റിസർവേഷൻ വെയിറ്റേജോ കാര്യങ്ങളൊന്നും എവിടെയും കൊടുത്തിട്ടില്ല. എല്ലാം നമുക്ക് ജനറൽ വേക്കൻസി തന്നെയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇനി എലിജിബിലിറ്റി കണ്ടീഷൻ നിങ്ങൾക്ക് കൂടെ കാണാം. 30/9/2024 നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കുക, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് MA ഓർ MSc അല്ലെങ്കിൽ നിങ്ങൾക്ക് ME ഓർ MTech തുടങ്ങിയിട്ടുള്ള MBA തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഈ പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഈ പറയുന്ന PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മതി കേട്ടോ. ഏതെങ്കിലും ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും കുഴപ്പമില്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് പേരിനൊരു PG ഉണ്ടായിരിക്കുക, 60% ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഏജ് ലിമിറ്റ് ആണ്. മാക്സിമം ഏജ് ലിമിറ്റ് 26 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 30/9/2024 കണക്കാക്കി 26 കഴിയാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. ഇനി ഇതിൽ നമുക്ക് അടുത്ത സെലക്ഷൻ പ്രൊസീജിയറാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരിക്കും. അത് IBPS ആണ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക, മീഡിയം ഓഫ് എക്സാമിനേഷൻ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ്റെയും അതുപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓൺലൈൻ എക്സാമിനേഷൻ്റെ സ്കീം ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, നിങ്ങൾക്ക് ജനറൽ ബാങ്കിങ് തുടങ്ങിയിട്ടുള്ള മേഖലയുമായി ബന്ധപ്പെട്ടുള്ള 150 ക്വസ്റ്റ്യൻ 150 മാർക്കാണ് ഉണ്ടായിരിക്കുക. പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. പിന്നെ എക്സാം സെൻറ്റർ വരുന്നത് നമുക്ക് കേരളത്തിൽ എറണാകുളം, കൊല്ലം, തിരുവനന്തപുരമൊക്കെയാണ് എക്സാം സെൻറ്റർ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ചെന്നൈ, ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ. ഇനി ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീ നല്ലൊരു എമൗണ്ട് അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകളൊന്നും ഇതിലേക്ക് വരാൻ സാധ്യതയില്ല. അത്യാവശ്യം ബാങ്കിങ് മേഖലകളിലൊക്കെ എക്സാമിനേഷൻ, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ഡീൽ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൂടെ കാണാം 1000+ നിങ്ങൾക്ക് ടാക്സസ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ 1000-ന് മുകളിലൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് പേയ്മെൻ്റ് ആയിട്ട് ചെയ്യണം. ഓൺലൈനായിട്ട് തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ നമുക്ക് സാലറി ഒക്കെ ആയിട്ട് ലഭിക്കുന്നത് നിങ്ങൾക്ക് മന്ത്ലി ഒരു മിനിമം 50,000-ന് മുകളിൽ നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ മറ്റു അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഡിപ്പെൻസ് ഓൺ നമ്മൾ ഈ പറയുന്ന കുറച്ച് നമ്മുടെ പെർഫോമൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അലവൻസ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു എമൗണ്ട് എന്തായാലും 50-ന് മുകളിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ്. അതിലേക്ക് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. നമ്മളെ പാസ്വേഡ് സൈസ് ഫോട്ടോഗ്രാഫ്, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. 20 KB 50 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. അതിൻ്റെ ഡയമെൻഷൻ ഇവിടെ പറയുന്നുണ്ട്. ദെൻ സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തത് 10 KB 20 KB ഇടയിലായിരിക്കണം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ സൈസ് ഇവിടെ പറയുന്നുണ്ട് 20 KB 50 KB ഇടയിലായിരിക്കണം. ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്. ഈ വാചകം നിങ്ങൾ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പറിലേക്ക് എഴുതുക നിങ്ങൾ. ഓക്കെ. ഇത് വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് ഇതേപോലെ തന്നെ എഴുതണം. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഒന്നും ആക്കാൻ പാടില്ല. ഇതിലെങ്ങനെയാണോ തന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക. ബാക്കി ഇതേപോലെ നിങ്ങളോട് ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അത് 50 KB 100 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഫയൽ സൈസ് ഒക്കെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫോട്ടോ സ്കാൻ ചെയ്യാം. അതുപോലെ അതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോട്ടോ എഡിറ്റർ എന്നുള്ള. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അത് സ്കാൻ ചെയ്ത് റീസൈസ് ചെയ്ത് നിങ്ങളുടെ ആ രീതിയിലേക്ക് അതിൻ്റെ
ഫയൽ സൈസ് നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ നമുക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോഴിക്കോട് അതുപോലെ തൃശ്ശൂർ ഇവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വിവിധ ജില്ലകളിലായിട്ട് ഇവരുടെ ബ്രാഞ്ചസ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന IBPS വഴിയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാവും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇനി അതല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി GOC ലെജുലാൻഡ്, നമ്മുടെ ഹോം പേജിലേക്ക് വരാം. ഇവിടെ എനിക്ക് ലേറ്റസ്റ്റ് ജോബ്സ് എന്ന് പറഞ്ഞാൽ കാണാം. ഇവിടെ TMB റിക്രൂട്ട്മെൻറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ ഇവിടെ ഈ കോളത്തിലുണ്ടാവില്ല, വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്താൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. ഇവിടെ TMB റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇവിടെ കാണാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ ചെയ്യാവുന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഓപ്പൺ ആക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും IBPSൻ്റെ പേജിലേക്കാണ് നമ്മൾ വന്ന് സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 6/11, ക്ലോസിംഗ് ഡേറ്റ് December 12 എന്നുള്ളത് വ്യക്തമായിട്ട് കൂടെ കാണാൻ പറ്റും. ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഈ ഫോട്ടോ സിഗ്നേച്ചർ അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഡിക്ലറേഷനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് പേയ്മെൻറ്റും ചെയ്ത് പേയ്മെൻറ്റ് ഒന്നും റീഫണ്ട് ഉള്ളതല്ല. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം പഠിക്കുന്നവരാണെങ്കിൽ വെറുതെ ക്യാഷ് കളയരുത്, പഠിക്കുന്നവരാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആപ്പ് എന്നുള്ള ഭാഗമുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം, ഐഫോണൊക്കെ ഉള്ളവരാണെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.